പ്രിയ പ്രേക്ഷകർക്ക് അരൂർ വിഷൻ ന്യൂസ് ചാനലിന്റെ സ്വാഗതം. അരൂരിൽ തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ മെയ് ദിനം ആചരിച്ചു. സാർവദേശീയ തൊഴിലാളി ദിനമായ മെയ് 1 അരൂർ മണ്ഡലം CITU AITUC നേതൃത്വത്തിൽ അരൂർ മുക്കത്ത് നിന്ന് ആരംഭിച്ച മെയ് ദിന റാലി അരൂർ ബൈപ്പാസ് കവലയിൽ സമാപിച്ചു. കൺവീനർ PD രമേശൻ സ്വാഗതം ആശംസിച്ചു. ഈ രാജ്യത്തിന്റെ ജനാധിപത്യ മതനിരപേക്ഷ തകർക്കാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള നീക്കങ്ങളാണ് രാജ്യത്തെ ഭരണാധികാരികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. OK മോഹനൻ അധ്യക്ഷത വഹിച്ചു. നേടിയെടുത്ത അവകാശങ്ങൾ ഒന്നൊന്നായി ധ്വംസിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ മുന്നോട്ട് കടന്നു പോകുന്നത്. CITU ദേശീയ സമിതി അംഗവും CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയുമായ R നാസർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സാർവദേശീയമായി അതിവിപുലമായ രൂപത്തിൽ തൊഴിലാളികൾ ലോകത്തെമ്പാടും പണിയെടുക്കുന്ന തൊഴിലാളികൾ ആചരിക്കുകയാണ്. കൊടിയ ചൂഷണത്തിന് ലോകത്തെമ്പാടുമുള്ള തൊഴിലാളികൾ വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള പ്രതിഷേധമായി ഈ ദിനത്തെ ലോകത്തെമ്പാടും നമ്മുടെ വേൾഡ് ട്രേഡ് യൂണിയൻ അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ഇന്ന് വിപുലമായി ആചരിക്കുകയാണ്. പണിയെടുത്ത് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് കുടുംബത്തെ സംരക്ഷിക്കാൻ കഴിയുന്നില്ല. അടിമതുല്യമായ ജീവിതം പണിയെടുക്കുന്ന തൊഴിലാളികൾ ഭീകരമായ രൂപത്തിൽ അടിച്ചമർത്തപ്പെടുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് 1866 60 രാജ്യങ്ങളിലെ ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ ഒന്നിച്ചു കൂടുകയും അമേരിക്കയിൽ ഒന്നിച്ചു കൂടിയിട്ട് അവർ ഒരു സംഘടനയ്ക്ക് രൂപം നൽകി, ഇൻ്റർനാഷണൽ ലേബർ അസോസിയേഷൻ. ആ സംഘടനയുടെ ആഹ്വാന പ്രകാരമാണ് 8 മണിക്കൂർ ജോലി നിജപ്പെടുത്തണം എന്ന് ആവശ്യം ഉയർത്തിക്കൊണ്ടുള്ള പ്രക്ഷോഭ സമരം ആരംഭിക്കുന്നത്. തൂക്കിലെ 4 തൊഴിലാളി സഖാക്കളെ ആ കേസിൽ, ആ സംഭവത്തിൽ അന്നത്തെ ഭരണകൂടം തൂക്കിലേറ്റുന്ന സ്ഥിതി വന്നു. ആ തൂക്കിലേറുന്നതിന് മുമ്പാണ് അതിലൊരു സഖാവായിട്ടുള്ള പ്രശ്നം പറയുന്നത്, മുതലാളിമാരെ നിങ്ങൾ കേട്ടുള്ളൂ, ഞങ്ങളുടെ ശബ്ദം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇവിടെ നിശബ്ദമാക്കാം. എന്നാൽ ഞങ്ങളുടെ സ്വരം അമേരിക്കയും കടന്ന് വെളിയിലേക്ക് പോയിരിക്കുന്നു. അത് ലോകത്തെമ്പാടുമുള്ള തൊഴിലാളി വർഗം അത് മുന്നോട്ട് കൊണ്ടുപോകും. ഈ ആഹ്വാനം അന്ന് പ്രകമ്പനം കൊണ്ട്, ലോകത്തെമ്പാടും പ്രകമ്പനം കൊണ്ട് ഈ തൂക്കിലേറുന്ന മുമ്പ് ഈ തൊഴിലാളി നേതാവ് നടത്തിയ ഈ പ്രഖ്യാപനം അത് യഥാർത്ഥത്തിൽ വസ്തുതാപരമാണെന്ന് പിന്നീട് തെളിയിക്കുന്നു. ആ സംഭവത്തെ തുടർന്നാണ് ഈ 8 മണിക്കൂർ കൃത്യമായി ജോലി ലഭിച്ചേ പറ്റൂ എന്ന വിധത്തിലേക്കുള്ള ആവശ്യം ശക്തമായി വരുന്നതും പിന്നീട് 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിനോദം, 8 മണിക്കൂർ വിശ്രമം, ഇങ്ങനെ 24 മണിക്കൂറിനെ വിഭജിച്ച് തീരുമാനത്തിലെത്തുന്നതും അത് നടപ്പിലാക്കിയിരിക്കുകയാണ്. അത് നടപ്പിലാക്കിയോടുകൂടി R നാസറിന്റെ മെയ് ദിന പ്രഭാഷണത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ. തൊഴിലാളികളുടെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കുന്നത് അന്നുമുതലാണ്. അതിനെ തുടർന്നാണ് 1990 80 മുതൽ 90 അത് നടപ്പിലാക്കി തുടങ്ങാണ്. ആഗോളവൽക്കരണം വന്നു, സ്വകാര്യവൽക്കരണവും ശക്തിപ്പെട്ടു. അങ്ങനെ ശക്തിപ്പെട്ട് വന്നതോടുകൂടി കൊടിയ ചൂഷണത്തിൽ വീണ്ടും തൊഴിലാളികൾ വിധേയമാകുന്നു. കാരണം 8 മണിക്കൂർ ജോലി എന്നുള്ളത് മാറി, ഇപ്പോൾ 16 മണിക്കൂർ പണിയെടുപ്പിക്കുകയാണ്. 16 മണിക്കൂറല്ല, അതിനേക്കാൾ കൂടുതൽ സമയമാണ് 20 മണിക്കൂർ പണിയെടുക്കുന്നതാണ്. IT മേഖല ലോകത്തെമ്പാടും അതെ. IT മേഖലയിൽ പണിയെടുക്കുന്നവരെല്ലാം 20 മണിക്കൂറാണ് പണിയെടുക്കുന്നത്. ഒരു ദാക്ഷിണ്യമില്ല, സ്ഥിരം തൊഴിൽ എന്നുള്ള ഏർപ്പാടില്ല, ഒരിടത്തുമില്ല, ലോകത്ത് എവിടത്തുമില്ല. സ്ഥിരം തൊഴിൽ എന്നുള്ള ഏർപ്പാടില്ല. കരാർ വ്യവസ്ഥയിൽ പണിയെടുപ്പിക്കുക, അതുപോലെ അപ്രന്റീസായി എടുക്കുക, വർഷങ്ങളോളം അപ്രന്റീസായി നിലനിർത്തുക. സ്ഥിരമായി തൊഴിലാളികളെ കൊണ്ടുവരുന്നേയില്ല. അസമത്വം ലോകത്തെമ്പാടും നിലനിൽക്കുകയാണ്. ലോകത്തെമ്പാടും അമേരിക്കയിലാണെങ്കിൽ ഈ അടുത്ത കാലത്തായിട്ട് വലിയ പണിമുടക്ക് സമരങ്ങളിലേക്ക് നീങ്ങി തൊഴിലാളികൾ. എല്ലാ രാജ്യങ്ങളിലും, എല്ലാ മുതലാളിത്ത രാജ്യങ്ങളിലും തൊഴിലാളികൾ ശക്തമായ പണിമുടക്കിലേക്കാണ്.
കാരണം അസമത്വം വർദ്ധിച്ചു വരികയാണ്. തൊഴിലാളികൾ കൂടുതൽ പണിയെടുക്കേണ്ടി വരിക, തൊഴിലാളികളുടെ വരുമാനത്തിൽ വലിയ രൂപത്തിൽ ഇടിവുണ്ടാകുക, കിട്ടുന്ന വരുമാനം കൊണ്ട് സാധനങ്ങൾ കമ്പോളത്തിൽ പോയി സാധനങ്ങൾ വാങ്ങി ജീവിക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് എത്താം. നമ്മുടെ രാജ്യത്തെമ്പാടും നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ വലിയ രൂപത്തിലേക്കുള്ള തിരിച്ചടി ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകക്ഷിക്കുണ്ടാകും എന്ന രൂപത്തിലുള്ള റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. BJP-ക്കെതിരായി, BJP-യുടെ ഈ നയങ്ങൾക്കെതിരായി യോജിക്കാൻ കഴിയുന്ന എല്ലാവരും യോജിക്കുകയാണ്. എല്ലാവരും യോജിച്ച് നിന്നുകൊണ്ട് അതിനെ എതിർക്കുക എന്ന രൂപത്തേക്ക് സമീപനം വരികയാണ്. BJP ഈ നയം നടപ്പിലാക്കുന്ന BJP-യുടെ നയങ്ങൾ അവസാനിപ്പിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് അവരെ പരാജയപ്പെടുത്താൻ വേണ്ടിയുള്ള വലിയ പരിശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിന്റെ ഭാഗമായി തന്നെ ആ സാമ്രാജ്യത്വ നയങ്ങൾ നടക്കുന്ന ഭരണകൂടത്തെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള അതിശക്തമായിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ തൊഴിലാളി വർഗമാകെ അണിനിരക്കുമ്പോൾ ആ തൊഴിലാളി വർഗം നടത്തുന്ന പോരാട്ടങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ കഴിയുന്ന രൂപത്തിലേക്കാണ് വർഗീയത എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും പ്രസംഗിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമ്പത്ത് മുഴുവൻ പിടിച്ചെടുത്ത് നേരെ കണ്ട് ഈ ഇന്ത്യ മുന്നണി നേരെ അവരുടെ കൊടുക്കാൻ പോകണം. ആരെ? മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പോവാണ്. മുസ്ലിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒക്കെ പച്ചയായ ഒരു പ്രധാനമന്ത്രി പറയുകയാണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലെല്ലാം BJP-ക്കെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർന്നു വരികയും അതോടൊപ്പം തന്നെ മറ്റുള്ളവരെല്ലാം ഒരുമിച്ച് ചേർന്ന് BJP വിരുദ്ധ വോട്ടുകൾ ഭിന്നിച്ചു പോകാതിരിക്കാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള സമീപനം സ്വീകരിക്കുകയാണ്. അതിന് കാരണവശാലും ആഗോളവൽക്കരണ ശക്തികളുടെ തീരുമാനപ്രകാരം, കോർപ്പറേറ്റ് തീരുമാനപ്രകാരം ഈ കേരളത്തിൽ അത് അടിച്ചേൽപ്പിക്കാൻ വന്നാൽ, അത് കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്ന സ്ഥാപനങ്ങളിലായാലും അടിച്ചേൽപ്പിക്കാൻ വന്നാൽ അതിൽ നമ്മൾ പ്രതിഷേധിക്കുകയാണ്. 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമവും, 8 മണിക്കൂർ വിനോദവും എന്ന മുദ്രാവാക്യം ഇന്ന് അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. ലോകത്തെമ്പാടും അട്ടിമറിക്കപ്പെടുകയാണ്. തൊഴിലാളികൾക്ക് വലിയ രൂപത്തിലേക്കുള്ള ജോലി സമയം 18 മണിക്കൂർ 20 മണിക്കൂർ പണിയെടുപ്പിക്കേണ്ട സ്ഥിതിയിലേക്ക് എത്തുന്നു. തൊഴിലാളികളുടെ യാതൊരു സുരക്ഷിതത്വവും ഇല്ലാതാക്കുന്ന സാഹചര്യം വന്നിരിക്കുന്നു. ഇതിനെതിരായിട്ടുള്ള വലിയ പ്രക്ഷോഭ സമരമാണ് ദേശവ്യാപകമായി ലോകത്തെമ്പാടും ഇന്ന് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി നടത്തുന്ന എല്ലാ പോരാട്ടങ്ങളോടും, ലോകത്തെമ്പാടും നടക്കുന്ന പോരാട്ടങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യയിലെ തൊഴിലാളി വർഗം അവരാണ് ഉയർന്നു നിൽക്കുന്നത്. ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തിന് മാത്രമേ രാജ്യത്ത് മാറ്റം ഉണ്ടാക്കാൻ കഴിയൂ എന്നുള്ളത് വസ്തുതാപരമായിട്ടുള്ള യാഥാർത്ഥ്യമാണ്, നമുക്കറിയാം. തൊഴിലാളി നേതാക്കളായ KK പ്രഭാകരൻ, നിർമ്മല ശെൽവരാജ്, EM സന്തോഷ്, CN മനോഹരൻ, R ബാബുലാൽ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. അരൂർ വിഷൻ ന്യൂസ് ചാനലിന് വേണ്ടി LS അശോക് കുമാർ. നന്ദി.